ഇൻകം ടാക്സ് പോർട്ടലിൽ AIS സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ആവുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ആരാണ് ഇത് ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവരുടെയും ധാരണ നമ്മൾ ഏത് ബ്രോക്കറുടെ അടുത്താണോ ട്രേഡ് ചെയ്യുന്നത് ആ ബ്രോക്കറാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ഇത് ആക്ച്വലി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രോക്കർ ഏത് ഡെപ്പോസിറ്ററി ആയിട്ടാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡെപ്പോസിറ്ററിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ 2 ഡെപ്പോസിറ്ററീസ് ആണുള്ളത്, ഒന്ന് CDSL-ഉം ഒന്ന് NSDL-ഉം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രോക്കറുടെ അടുത്തുനിന്ന് ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെപ്പോസിറ്ററി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാൻ 2 ദിവസം എടുക്കും. T+2 എന്നാണ് പറയുക. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് ഡെപ്പോസിറ്ററിയുടെ അടുത്ത് ഈ ഷെയർസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പർച്ചേസ് പ്രൈസും അങ്ങനത്തെ ഡീറ്റെയിൽസും ബ്രോക്കർ CDSL ആയിട്ട് ഷെയർ ചെയ്യും. ആ ഡീറ്റെയിൽസാണ് TDSL ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ ഡിമാറ്റിലുള്ള ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റതിൻ്റെ ഡീറ്റെയിൽസും TDSL റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുകയാണെങ്കിൽ ഷെയർസ് നമ്മുടെ ഡിമാറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നില്ല, അതിനു മുന്നേ നമ്മൾ വിൽക്കുന്നു. അതുകൊണ്ട് CDSL-ന് ഇങ്ങനെ ഒരു ട്രേഡ് നടന്നതിനെ പറ്റിയിട്ട് അറിയുക തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇൻട്രാഡേ ട്രേഡിങ് AIS-ൽ റിപ്പോർട്ടായി വരില്ല. കാരണം ഷെയർസ് ഡിമാറ്റിലേക്ക് ക്രെഡിറ്റ് ആവാത്തത് കൊണ്ട്. അതേപോലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും CDSL ആയിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് കൊണ്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ട്രേഡ് AIS-ലേക്ക് റിപ്പോർട്ട് ആവില്ല. അപ്പോൾ ഈ 2 ട്രേഡിൻ്റെയും ഇൻകം ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലോസ് ഡീറ്റെയിൽസ് നമ്മൾ തന്നെ ബ്രോക്കറുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് എടുത്തിട്ട് നമ്മുടെ റിട്ടേണിൽ നമ്മളായിട്ട് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അത് ഇത് രണ്ടും ബിസിനസ് ഹെഡിലാണ് കാണിക്കേണ്ടത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോർമൽ ബിസിനസ് ഹെഡും ഇൻട്രാഡേ സ്പെക്കുലേഷൻ ബിസിനസ് എന്നുള്ള ഹെഡിലാണ് കാണിക്കേണ്ടത്.